ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇനിയും വന്നിരിക്കുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ഹോം ഡെക്കർ ഐറ്റം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കേട്ടോ. ഞാൻ ഇത് വാങ്ങിച്ചത് വെറും 280 രൂപയ്ക്കാണ്. 280 രൂപയ്ക്ക് എനിക്ക് ഒന്നല്ല 8 കിട്ടി കേട്ടോ. ഈ 8 വെച്ച് നമുക്ക് വീട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് കാണുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഹായ്, ഐ എം രേഷ്മ, വെൽക്കം ടു മൈ ഫാമിലി. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐറ്റം. പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണ് വരുന്നത്. ഈ 8 കൂടി വെറും 280 രൂപയാട്ടോ ആയിട്ടുള്ളത്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ഓരോന്നും ഓരോ ഡിസൈനിലാട്ടോ. എല്ലാം വേറെ വേറെ ഡിസൈൻസ് ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. സൈസും അത്യാവശ്യം മോശമില്ലാത്ത സൈസാണ്. 280 രൂപയ്ക്ക് എന്തായാലും വർത്തായ പ്രൊഡക്റ്റ് ആട്ടോ. ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. അതായത് നമ്മുടെ TV സ്റ്റാൻഡ്, കിച്ചൺ, ബെഡ്റൂം, അതായത് പിള്ളേരുടെ സ്റ്റഡി ടേബിളിൽ വെക്കാനൊക്കെ നല്ല രസമാണ്. ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് കേട്ടോ. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാം. ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് പിന്നെയും വെക്കാം കേട്ടോ. നല്ല രീതിയിൽ ക്ലീൻ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലീഫ് ഒന്നും ഇളകി പോരില്ല കേട്ടോ. നമ്മളെ എത്ര വലിച്ചാലും ലീഫ് ഒന്നും ഇളകി പോരില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു 5-6 മാസമായി ഇത് വാങ്ങിച്ചിട്ട്. ഡെയിലി എല്ലാ മന്തിലും ഞാൻ വാഷ് ചെയ്യാറുണ്ട്. ഒരു പ്രോബ്ലം ഇല്ല. നല്ലതാട്ടോ. ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതായത് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ഓപ്ഷനാണ്. നമുക്കിത് വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് എന്റെ TV യൂണിറ്റിലും പിന്നെ വാഷ് ഏരിയയിലും കിച്ചണിലൊക്കെയാണ്. പക്ഷെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഓരോന്നിന്റെയും ഡിസൈൻസ് വേറെ വേറെയാണ്. അതും നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടി. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഡെക്കറേറ്റിംഗ് ഐറ്റം. 280 രൂപയ്ക്ക് നമുക്ക് 8 പീസ് കിട്ടും കേട്ടോ. ഇത് 2 സൈസസിൽ അവൈലബിൾ ആണ്. സൈസസ് അല്ല, കളേഴ്സിൽ. ഒന്ന് നമ്മുടെ ഇതുപോലത്തെ ഗ്രീൻ കളേഴ്സിൽ, പിന്നെ മൾട്ടി കളറിൽ വരും. അതായത് നമ്മുടെ അതിനകത്തുള്ള ഫ്ലവേഴ്സ് കളർ വരും. അപ്പൊ ഇച്ചിരി റേറ്റ് കുറയും കേട്ടോ. അതിനെന്തോ 260, 250 സംതിങ് ആണ്. എന്തായാലും ഞാൻ ഇതാണ് വാങ്ങിച്ചത്. ഇത് കാണാൻ നല്ല രസമാണ്. അപ്പൊ ഇത് ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. എല്ലാത്തിനും വെവ്വേറെ ഡിസൈൻസ് ആണ്. ഇത് ജസ്റ്റ് ലീഫ് മാത്രം വരുന്ന ഒരു മോഡലാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഒറിജിനൽ ഏതാണ് ലീഫ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സെക്കൻഡ് വരുന്നത് ഇതാണ് കേട്ടോ. ഇത് ലീഫും ഒരു ചെറിയ മുട്ട് വരുന്ന രീതിക്കുള്ളതാണ്. ഇതും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് മുന്നേ എന്താണ് കാട്ടുചെടി പോലെ ഭയങ്കരമായിട്ട്. ഇതിന്റെ ഇടയിലും ചെറിയ ചെറിയ ലീഫ് വരും. പിന്നെ ഇങ്ങനെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ കളർ. അതായത് ആദ്യമൊക്കെ ലൈറ്റ് ഗ്രീൻ, പിന്നെ പിന്നെ വരുമ്പോൾ ഡാർക്ക് ഗ്രീൻ. ഇതും നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഇതെന്താണ് കുഞ്ഞു കുഞ്ഞു മുട്ട് വരും. പിന്നെ ലീഫ് വരും. എല്ലാം നല്ല ഭംഗിയാണ്. ലീഫ് ഒന്നും ഇളകി പോവില്ല കേട്ടോ. ഇത് ശരിക്കും ഫ്ലവർ ആണ് കേട്ടോ. ഫ്ലവറും ലീഫും കൂടിയാണ്. ഒരു കുറെ പൂവിടർന്ന് നിൽക്കുന്നു. ലീഫ്. പിന്നെ ഇതെന്താണ് ഈ മുന്തിരിക്കൊല പോലെ കിടക്കും. ഇതാണ് കുറച്ച് തളർന്ന് കിടക്കുന്നത് കേട്ടോ. ബാക്കിയെല്ലാം കാണാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും. ഇത് കുറച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് നിൽക്കും, മുന്തിരിക്കൊല പോലെ. പിന്നെ ഇത് നമ്മുടെ എന്താണ് ഇഞ്ചിച്ചെടി പോലെയൊക്കെ ഇങ്ങനെ മുളയൊക്കെ പോലെ ഇരിക്കത്തില്ല. പക്ഷെ കാണാൻ നല്ലതാണ്. വലിയ ലീഫ് വരും കേട്ടോ. ഓരോന്നിനും ഓരോ ഭംഗിയാണ്. ഇത് ഒരുമിച്ച് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ എന്റെ TV യൂണിറ്റിൽ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്, എങ്ങനെയാണ് കാണാൻ ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ TV യൂണിറ്റ്. അവിടെ ഞാൻ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് TV ഏരിയയിൽ കേട്ടോ. ഇവിടെ തന്നെ ഞാനൊരു 4-5 വെച്ചിട്ടുള്ളൂ. ബാക്കി ഞാൻ കിച്ചണിലാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ TV യൂണിറ്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റും. പിന്നെ ഒരെണ്ണം ഞാൻ ഭംഗിക്ക് ഇങ്ങനെ വാഷ് ഏരിയയിലും വെച്ചിട്ടുണ്ട് കേട്ടോ. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കാണാനൊരു ഭംഗിക്ക്. പിന്നെ ഇതുപോലെ കിച്ചണിലും വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.